أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصمه، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. أياما معدودات، فمن كان منكم مريضا أو على سفر فعدة من أيام أخر، وعلى الذين يطيقونه فدية طعام مسكين، فمن تطوع خيرا فهو خير له، وأن تصوموا خير لكم إن كنتم تعلمون. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصمه، ومن كان مريضا أو على سفر فعدة من أيام أخر،
യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു നമ്മുടെ ഈ ഒത്തുചേരലിനെ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇതുവരെയായി സംഭവിച്ചു പോയ വീഴ്ചകൾ കരുണാനിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാ സത്യവിശ്വാസികൾക്കും റഹ്മാനും റഹീമുമായ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറുകളെ റഹ്മാനായ റബ്ബ് വിശാലമായ സ്വർഗപ്പൂന്തോപ്പാക്കി മാറ്റി കൊടുക്കട്ടെ. അവരെയും നമ്മയും നാളെ അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള അസുലഭ സന്ദർഭം എന്ന നിലക്ക് റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യവും ഔദാര്യവും എന്ന നിലക്ക് പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വരുന്നു. റമളാനിനെ സ്വീകരിക്കാൻ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോക മുസ്ലിങ്ങൾ അവരുടെ ആരാധനാലയങ്ങൾ, പള്ളികൾ, പ്രത്യേകിച്ച് കേരളത്തിലെല്ലാം റമളാനിൻ്റെ തൊട്ട് മുമ്പായി പള്ളികളൊക്കെ ഒന്ന് പെയിൻറ് ചെയ്യാറുണ്ട്, കഴുകി വൃത്തിയാക്കാറുണ്ട്, വീടുകൾ കഴുകി വൃത്തിയാക്കാറുണ്ട്. അതുപോലെ മതപരമായ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക ഉണർവ് റമളാൻ സമാഗതമാകുമ്പോൾ കാണാറുണ്ട്. വീട് കഴുകുന്നു, പള്ളി കഴുകുന്നു, പക്ഷേ ഹൃദയം കഴുകാൻ ഇതുവരെ ആരും തയ്യാറായതായി നമ്മുടെ അറിവിലില്ല. ഒരുപാട് റമളാനുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി, എന്നിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പരിശുദ്ധ റമളാനിൻ്റെ പ്രത്യേകത അത് പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് എന്നതാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായതാണ് റമളാൻ. റമളാനിൻ്റെ പ്രത്യേകത ഖുർആൻ അവതീർണമായ മാസം എന്നതാണ്. റമളാനിൻ്റെ മഹത്വം ധാരാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നിന് 70 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസം, മഗ്ഫിറത്തിൻ്റെ, മർഹമത്തിൻ്റെ, മസ്ലഹത്തിൻ്റെ, മഗ്ഫിറത്തിൻ്റെ, പാപമോചനത്തിൻ്റെ, തൗബയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മാസമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം റമളാനിന് കിട്ടാനുണ്ടായ കാരണം, പ്രത്യേകത ഉൻസില ഫീഹിൽ ഖുർആൻ, അത് ഖുർആൻ അവതീർണമായ മാസമാണ് എന്നതാണ്. ഈ റമളാൻ കൊണ്ട് ഒരു വിശ്വാസി അടുത്ത റമളാൻ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ഒരു അടുക്കും ചിട്ടയുമാണ് റമളാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ളത്. സാധാരണ നിലക്ക് റമളാനിൽ നമ്മുടെ ഭൗതിക ജീവിതം മാത്രം ഒന്ന് പരിശോധിക്കുക. ഭക്ഷണം കൃത്യമായിരിക്കും. നോമ്പ് തുറക്കുന്ന ടൈം, ആ കഴിക്കുന്ന ഭക്ഷണം കൃത്യമാണ്. അതുപോലെ തറാവീഹ് നമസ്കാരത്തിന് ശേഷം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സമയം കൃത്യമാണ്. അത്താഴം കഴിക്കുന്നതിൻ്റെ സമയം കൃത്യമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാണ്. ഈ കൃത്യത ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പള്ളികളിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടാറുണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ. പക്ഷെ ആ സന്ദർഭത്തിലെല്ലാം പള്ളികളിൽ തിരക്ക് അനുഭവപ്പെടുമ്പോൾ സ്ഥിരമായി നമസ്കരിക്കുന്ന ആളുകൾ ചെയ്യുന്നൊരു ദ്രോഹമുണ്ട്. സ്ഥിരമായി നമസ്കരിക്കുന്ന, റമളാനിൽ മാത്രം നമസ്കരിക്കുന്ന ഒരുപാട് ആളുകൾ, റമളാനിലല്ലാതെ സ്ഥിരമായി നമസ്കരിക്കുന്ന, ദീനീ നിഷ്ഠയിലും ചിട്ടയിലും കഴിയുന്ന ആളുകൾ ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമുണ്ട്. റമളാനിൽ പള്ളിയിൽ കയറി വരുന്നവൻ്റെ നേരെ RSP മോഡലിൽ ഒരു നോട്ടമുണ്ട്. റമളാൻ സ്പെഷ്യൽ പാർട്ടി. നമസ്കാരക്കാർ പല ടൈപ്പാണ്. DSP, JSP, PSP, RSP, TSP പല കോലത്തിലാണ്. DSP ഡെയിലി സ്പെഷ്യൽ പാർട്ടിയാണ്, 5 നേരം നിസ്കരിക്കും. പക്ഷെ അത് പലർക്കും കൊടുക്കും, അത് വേറെ വിഷയം. അവർക്ക് അറിഞ്ഞൂടാ അത് പോണ്ടെന്ന്, ചോർച്ചയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ റമളാനിൽ കയറി വരുന്നവരെ RSP എന്ന് വിളിച്ചാൽ അതുവരെ ചെയ്ത അമലുകൾ ഈ RSP കൊണ്ടുപോകും. പിന്നെ എന്തിനാണ് നിസ്കരിക്കുന്നത്? അപ്പോൾ പരിശുദ്ധ റമളാൻ എന്തിനാണ് അള്ളാഹു തന്നത്? പരിശുദ്ധ ഖുർആനിലൂടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ച ആളുകളെ. സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വിളിയാണ് അള്ളാഹുവിൻ്റെ വിളി. അല്ലയോ വിശ്വസിച്ചവരെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നാം ഇതാ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. ഏതുപോലെ? കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അപ്പോൾ ലോകത്ത് വന്ന എല്ലാ സമുദായങ്ങൾക്കും, ലോകത്ത് വന്ന 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാരുടെ എല്ലാ പ്രവാചകന്മാരുടെയും സമുദായങ്ങൾക്ക് നോമ്പിനെ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനാണത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി മാറാൻ, ദോഷബാധയെ സൂക്ഷിക്കാൻ, പാരത്രിക മോക്ഷം ലഭിക്കാൻ, രക്ഷാമാർഗം സ്വീകരിക്കാൻ. അതിനു വേണ്ടിയാണ് നിങ്ങളോട് റമളാനിൽ നോമ്പെടുക്കാൻ പറയുന്നത്. അപ്പം മുത്തഖിയാകണം. നോമ്പ് അനുഷ്ഠിക്കുക വഴി മുത്തഖിയാകണം. റമളാൻ വരുന്നതോടെ അതുവരെയുള്ള എല്ലാ തഖ്വയും മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ച് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്താണ് തഖ്വ? ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്യുകയും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞത് മുഴുവൻ ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് തഖ്വ. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും സമൂലമായ പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ഒരു പരിവർത്തന പ്രക്രിയ, അതിനും തഖ്വ എന്ന് പറയാം. ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം, ഒരു അഴിച്ചുപണി. 5 നേരം നമസ്കരിക്കുന്ന ഒരു വ്യക്തി, കൃത്യമായി ജമാഅത്തിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാൾ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ, അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാത്ത ഒരാൾ, സുന്നത്തനുസരിച്ച് കൃത്യമായി ജീവിക്കുന്ന ഒരാൾ, അയാൾ സംസാരത്തിൽ നുണ പറഞ്ഞാൽ അയാൾ മുത്തഖിയാകുമോ? ആവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഒരു സത്യവിശ്വാസി പേടിത്തൊണ്ടനാകുമോ, ഭീരുവാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകും. രണ്ടാമത്തെ ചോദ്യം, ഒരു സത്യവിശ്വാസി പിശുക്കനാകുമോ? ആകും. മൂന്നാമത്തെ ചോദ്യം, ഒരു സത്യവിശ്വാസി നുണയനാകുമോ? ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുണ്ടാവും? നുണ പറയണ സാധനം നമ്മുടെ കയ്യിലിരിക്കുകയല്ലേ. 100 റിയാൽ മുതൽ ഏതാണ്ട് 3000 റിയാൽ വില വരെയുള്ള സാധനം അല്ലേ? ഷർഫിയയിൽ നിൽക്കുന്ന ഒരാളെ, ഷർഫിയെ തന്നെ ഒരാളെ വിളിക്കുക, നീ എവിടെ നിൽക്കണം? ഞാനിപ്പോൾ റിയാദിലാണെന്ന് പറയാം. എവിടെ നിൽക്കണമെന്ന് അറിയില്ലല്ലോ, നുണ അങ്ങ് പറയാണ്. എന്നിട്ട് നീ ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞു, ഇനി നീ ഒന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞു, എന്നാൽ നീ നേരെ അങ്ങ് പോയിക്കോ, ഞാൻ ഇപ്പോൾ റിയാദിലാണ് നിൽക്കണമെന്നാണ് പറയാം. അപ്പം ഇങ്ങനെ നുണ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായാൽ 5 നേരം നമസ്കരിച്ചു, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു, ശിർക്ക് ചെയ്യുന്നില്ല, സുന്നത്ത് കൃത്യമായ ജീവിതത്തിൽ പകർത്തുന്നുണ്ട്, പക്ഷെ സംസാരത്തിൽ കളവ് പറയുന്നു എങ്കിൽ അയാൾ മുത്തഖിയല്ല. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം, നോമ്പുകാരനായിരിക്കെ കളവ് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അയാളുടെ നോമ്പ് നഷ്ടപ്പെടും. ഒരു നോമ്പുകാരൻ കളവ് പറഞ്ഞാൽ അയാളുടെ നോമ്പ് നഷ്ടപ്പെടും. ഫിഖ്ഹിന്റെ കിതാബിൽ ഉലകത്തിൽ നോക്കിയാൽ കാണൂല. എന്തുകൊണ്ട്? قال النبي صلى الله عليه وسلم من لم يدع قول الزور والعمل به فليس لله حاجة في أن يدع طعامه وشرابه. മോശമായ വാക്കുകളും മോശമായ പ്രവൃത്തികളും ഒഴിവാക്കാത്തവൻ പകലിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹുവിന് യാതൊരു നിർബന്ധവുമില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? മോശമായൊരു വാക്ക് പറഞ്ഞാൽ പട്ടിണിക്കാരനായി മാറുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം തഖ്വ ജീവിതത്തിൽ സമൂലം നിഴലിക്കണം. അതിനാണ് നോമ്പെടുക്കുക എന്ന് പറയുന്നത്. ആ നോമ്പെടുക്കുക വഴി തഖ്വ എങ്ങനെയുണ്ടാകാം? കണ്ണിനെ അള്ളാഹു അനുവദിച്ചതിലേക്ക് മാത്രം നോക്കുക, അള്ളാഹു നിഷിദ്ധമാക്കിയതിലേക്ക് നോക്കാതിരിക്കുക എന്നത് കണ്ണിൻ്റെ നോമ്പാണ്. നല്ലത് മാത്രം പറയുക, ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റും തസ്ബീഹും തഹ്ലീലും തഹ്മീദും തക്ബീറുമായി കഴിച്ചുകൂട്ടുക, അത് നാവിൻ്റെ നോമ്പാണ്. മോശമായൊരു വാക്ക് പോലും പറയാതിരിക്കുക, അത് നാവിൻ്റെ നോമ്പാണ്. നല്ലത് മാത്രം കേൾക്കുക, ചീത്തയായതൊന്നും കേൾക്കാതിരിക്കുക, അത് കാതിൻ്റെ നോമ്പാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുക, അക്രമം ചെയ്യാതിരിക്കുക, അത് കൈകളുടെ നോമ്പാണ്. നന്മയിലേക്ക് മാത്രം നടക്കുക, തിന്മയിലേക്ക് നടക്കാതിരിക്കുക, അത് കാലിൻ്റെ നോമ്പാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങൾക്കും നോമ്പുണ്ട്. ആന്തരാവയവങ്ങൾക്ക് പോലും നോമ്പുണ്ട്. വയറിനൊരു നോമ്പുണ്ട്. ബഹുഭൂരിഭാഗം ആളുകൾക്കും അത് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റാറില്ല. വയറിന് നോമ്പ് എന്ന് പറഞ്ഞാൽ വലിച്ചോരി തിന്നണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം തികച്ചും ഹലാലായ മുതലിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. നാട്ടിൽ വട്ടിപ്പലിശക്കാരും മീറ്റർ പലിശക്കാരും നന്നായിട്ട് നോമ്പ് ഉറപ്പിക്കും. റമദാൻ്റെ മുമ്പ് സ്ത്രീധനം വാങ്ങും, പെരുന്നാൾ കഴിഞ്ഞിട്ട് കല്യാണം നടത്താൻ. ആ സ്ത്രീധനം വാങ്ങിയ പൈസ കൊണ്ട് നോമ്പ് ഉറപ്പിക്കും. തിന്നാൻ കൊള്ളൂല ആ സാധനം.
അത് അഴുക്കാണ്, രക്തത്തിൻ്റെ ചുകയുണ്ടാകും. ആ പെൺകുട്ടിയുടെ വാപ്പയുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ ബ്ലഡിൻ്റെ ചുകയുണ്ടാകും. ആ ഭക്ഷണത്തിന് അത് കഴിക്കാൻ കൊള്ളൂല, ഉദരത്തിൻ്റെ നോമ്പ് പൂർണ്ണമാവുകയില്ല. അപ്പം അങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങൾക്കും ആന്തരാവയവങ്ങൾക്ക് പോലും നോമ്പുണ്ട്. അത് നോമ്പിനെ നോമ്പായി തന്നെ നമ്മൾ പരിഗണിച്ചെങ്കിൽ മാത്രമാണ് നോമ്പുകാരൻ എന്ന ഒരു സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടുകയുള്ളൂ. മാത്രമല്ല, സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവാടത്തെ പരിചയപ്പെടുത്തിയത് റയ്യാൻ എന്ന പേരിലാണ്. റയ്യാൻ എന്ന കവാടത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, നോമ്പുകാരല്ലാതെ ആരും അതിലൂടെ പ്രവേശിക്കുകയില്ല. പട്ടിണി കിടക്കുന്നവർ പ്രവേശിക്കുകയില്ല എന്നല്ല പറഞ്ഞത്, നോമ്പുകാരല്ലാതെ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഒരു നോമ്പുകാരനായിക്കൊണ്ട് പരിപൂർണമായും നോമ്പുകാരനായാലേ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശനം കിട്ടൂ. നാവിനെ നിയന്ത്രിക്കണം, കണ്ണിനെ നിയന്ത്രിക്കണം, കാതിനെ നിയന്ത്രിക്കണം, മനസ്സും മസ്തിഷ്കവും നിയന്ത്രിക്കപ്പെടണം, വയറ് നിയന്ത്രിക്കണം, എല്ലാം നിയന്ത്രിക്കണം. എങ്കിലേ നോമ്പുകാരനായി പരിഗണിക്കപ്പെടുകയുള്ളൂ. മറിച്ച് ഇതൊന്നുമില്ലാതെ എല്ലാ ദിവസവും 24 മണിക്കൂറും 365 ദിവസവും സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ അല്ലാഹു മലർക്കെ തുറന്നിടുന്നുണ്ട്. ഒരു പ്രവൃത്തി ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നു, പരിപൂർണമായി വുളൂഇ ചെയ്തതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത്ത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീൻ. ഇമാം തിർമിദിയുടെ റിപ്പോർട്ട് പ്രകാരം സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ പ്രാർത്ഥന ആര് ചൊല്ലുന്നുവോ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ അല്ലാഹു അവന് വേണ്ടി മലർക്കെ തുറന്നിടുന്നുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര ആൾ ചെയ്യാറുണ്ട്? ഒളു കൊടുക്കണ തന്നെ വർത്താനം പറഞ്ഞിട്ടല്ലേ അല്ലേ? ഒളു ചെയ്യുമ്പോൾ സംസാരം ഉപേക്ഷിക്കൽ സുന്നത്താണ് എന്ന് ചില മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ. സ്വഹീഹായ ഹദീസുകളുടെ പിൻബലം ആ ആശയത്തിനില്ല. പക്ഷേ ഒളു ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കൽ തന്നെയാണ് ഉത്തമം. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല, പണ്ഡിത ലോകത്തെ വിഷയത്തിൽ തർക്കമില്ല. അത് സുന്നത്താണ് എന്ന വിഷയം അംഗീകരിക്കാൻ പറ്റൂല, സ്വഹീഹ ഹദീസ് അതിനില്ല. പക്ഷേ മിണ്ടാതിരിക്കൽ തന്നെയാണ് ഉത്തമം എന്ന വിഷയത്തിൽ ആർക്കും ഒരു തർക്കമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഓരോ പ്രാവശ്യവും വുളൂ ചെയ്തതിന് ശേഷം ഈ പ്രാർത്ഥന നിർവഹിച്ചാൽ സ്വർഗത്തിലെ 8 കവാടങ്ങൾ മലർക്കെ തുറന്നിടുന്നുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ആരും അത് ശ്രദ്ധിക്കാറില്ല. എത്ര ആളുകൾ ആ പ്രാർത്ഥന ചെല്ലുന്നവരുണ്ട്? അത് ഖിബലയിലേക്ക് തിരിഞ്ഞ് 2 കൈകളും മേലോട്ട് ഉയർത്തിക്കൊണ്ട് ആകാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, നടന്നു പോകുമ്പോൾ ആ പ്രാർത്ഥന ചൊല്ലിയാലും തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലമുണ്ട്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നോമ്പ് രക്ഷിക്കാൻ അള്ളാഹു പറഞ്ഞത് തഖ്വയുള്ള ആളുകളാകാൻ. തഖ്വയുള്ളവരായി ഇന്ന് ലോകത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ആരെ നമുക്ക് കിട്ടുക? പൂർവികരായ സലഫുകളായ ആളുകൾ, സഹാബാക്കൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, അതിനുശേഷം വന്ന താബിഉകൾ, തബഉ താബിഉകൾ അല്ലേ? അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് തെർലിയത്ത് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ പേര് കേൾക്കുമ്പോഴോ നമ്മുടെ പിൻഗാമികളായി വരുന്ന തലമുറ തെർലിയത്ത് പറഞ്ഞില്ലെങ്കിലും ലഅനത്തെങ്കിലും ചൊല്ലാതിരിക്കണം. അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നേരെ ചൊവ്വയാകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ അള്ളാഹ് പറയുന്നു, തഖ്വയുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അയ്യാമും മഅദൂദാത്ത്, നിർണിതമായ ദിവസങ്ങളിൽ. ചിലരെ സംബന്ധിച്ചിടത്തോളം റമളാൻ പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള മാസമാണ്. ചിലരെ സംബന്ധിച്ച് റമളാൻ ഉറങ്ങാനുള്ള മാസമാണ്. ചിലർക്ക് റമളാൻ ഭക്ഷണത്തിൻ്റെ മാസമാണ്. നോമ്പ് തുറക്കാനിരുന്നാൽ എന്താണ് അവസ്ഥ? ആദ്യം ഒരു കാരക്ക, പിന്നെ നാരങ്ങ വെള്ളം, പിന്നെ ജ്യൂസ്, അതിൻ്റെ പുറകെ ഒരു ഗ്ലാസ് ചായ, പിന്നെ റവ, അത് കഴിഞ്ഞിട്ട് ജീരകക്കഞ്ഞി. അത് കഴിഞ്ഞ് നിസ്കരിക്കാൻ പോകുമ്പോഴേക്കും വയറ് പള്ളിയുടെ മിഹ്റാബ് പോലെയും കുനിയാൻ പറ്റൂല. അപ്പോൾ പറയുന്നത്, ആ 10 ഇറച്ചി അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്, പുറകിൽ ബിരിയാണി ഉണ്ട് എന്ന്. എന്നാൽ പിന്നെ എന്തിനാ പാടുപെട്ടത്? ഇത് ഓവർലോഡ് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഭക്ഷണം കിട്ടാനില്ലാതെയാണ് നടന്നിരുന്നത്. ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണം അന്വേഷിച്ച് നടന്നിരുന്നു. നമ്മളോ ഓവർ ഭക്ഷണം കഴിച്ചിട്ട് നടക്കുകയാണ്, ഒന്ന് കൊഴുപ്പൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും നമ്മളും തമ്മിലുള്ള മാറ്റം അതാണ്. അപ്പോൾ റെയിൽവേ ഗേറ്റ് തുറന്ന പോലെ നോമ്പ് തുറക്കരുത്, നോമ്പ് തുറക്കാൻ പാടില്ല. റമളാൻ ചെലവ് കുറയേണ്ട മാസമാണ്. റമളാൻ ചെലവ് കുറയേണ്ട മാസമാണ്. അത്താഴം കഴിക്കുന്നതെല്ലാം വളരെ ചുരുങ്ങിയ ഭക്ഷണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. നമ്മളിന്ന് കഴിക്കുന്ന പത്തിരി ഇറച്ചി എന്ന് പറയില്ല, മിനുസപ്പത്തിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ ആ സാധനം കഴിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂല്, ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് നമ്മളെല്ലാവരും സ്പെഷ്യലായി കഴിക്കുന്ന പത്തിരി ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂല് കഴിച്ചിട്ടില്ല.
ആട്ടിറച്ചി വറുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുകൊണ്ട് പോലും കണ്ടിട്ടില്ല. ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണം അത് റമളാനാണ് പിന്നെ ചെലവ് കൂടുക. കാരണം അപ്പം തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുക. അതല്ല, നിർണിതമായ ദിവസങ്ങളിൽ അള്ളാഹു അനുവദിച്ചതിനെ ഹലാലായ ഭക്ഷണത്തെ നിയന്ത്രിച്ചു കൊണ്ടാണ് നോമ്പെടുക്കുന്നത്. അത് കൃത്യമായി അള്ളാഹുവും പ്രവാചകനും പറഞ്ഞ രൂപത്തിലായെങ്കിൽ അത് നോമ്പായി പരിഗണിക്കപ്പെടുകയുള്ളൂ. സൂചിപ്പിക്കുകയാണ് ചെലവ് കുറയണം. റമളാനിൽ ചെലവ് കുറഞ്ഞേ പറ്റൂ. മാത്രമല്ല അള്ളാഹു ഇളവ് തന്നിട്ടുണ്ട്. ഫമൻകാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖ്റ. നിങ്ങളിൽ ആരെങ്കിലും ആ റമളാനിൽ രോഗികളാവുകയോ അതല്ല നിങ്ങൾ യാത്രക്കാരാവുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളത് പിന്നീട് അനുഷ്ഠിച്ച് വീട്ടിയാൽ മതി. നോമ്പ് റമളാൻ സമാഗതമാകുമ്പോൾ നിങ്ങൾക്കൊരു ദീർഘയാത്ര ചെയ്യേണ്ട ദിവസങ്ങളുണ്ടായി, അന്ന് നിങ്ങൾ നോമ്പെടുക്കേണ്ടതില്ല. യാത്ര കഴിഞ്ഞതിന് ശേഷം ആ റമളാന് ശേഷം നിങ്ങളത് അനുഷ്ഠിച്ച് വീട്ടിയാൽ മതി. രോഗികളാണെങ്കിലും അങ്ങനെ തന്നെ, രോഗം മാറിയതിന് ശേഷം ആ റമളാന് ശേഷം നിങ്ങൾ അത് പിടിച്ച് വീട്ടിയാൽ മാത്രം മതി. അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. ഞെരുങ്ങിക്കൊണ്ട് മാത്രം അതിന് സാധിക്കുന്നവർ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്താലും മതി, ഫിദിയ കൊടുത്താൽ മതി എന്ന്. അത്രയും ഇളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നോമ്പിൻ്റെ വിഷയത്തിൽ അതെങ്ങനെ ഫിദിയ കൊടുക്കുക? ഒരിക്കലും രോഗം മാറുകയില്ല എന്ന് വൈദ്യശാസ്ത്രം എഴുതിയ രോഗികളായി കിടക്കുന്ന വയസ്സായ ആളുകൾ, അവർക്കാണ് ഫിദിയ കൊടുക്കുക. ഒരു ചെറിയ ജലദോഷവും പനിയും വന്നാൽ ഫിദിയ കൊടുത്താൽ മതി, അതിന് ഫിദിയ കൊടുത്താൽ മതി. എന്തിനും അങ്ങനെയുള്ള ഇപ്പോൾ ജമ്മു കസറാക്കണ വിഷയം തന്നെ, പെട്ടിക്കടയിൽ പോയാലും ജമ്മു കസറാക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയാൽ തന്നെ ജമ്മു കസറാക്കാൻ ഫത്വക്ക് യാതൊരു പഞ്ഞമില്ലാത്ത നാടാണ് കേരളം. എല്ലാവരും മുഫ്തിമാരാണ്. അനങ്ങിയാൽ അപ്പം ഫത്വയാണ്. അത് എത്ര വലിയ പണ്ഡിതന്മാർ പറഞ്ഞാൽ അതൊന്നും വിഷയമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ എൻ്റെ വിധി, അന്ന് ഖണ്ഡശ പറഞ്ഞളയും. അതിനൊരു സ്വഭാവമുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് തന്നത് ഞെരുങ്ങിക്കൊണ്ട് മാത്രം സാധിക്കുന്ന ആളുകൾ, അഥവാ ഒരാൾ രോഗിയാണ്, അയാൾക്കാണെങ്കിൽ പിന്നീടത് ഖളാ വീട്ടുക എന്നത് വളരെ പ്രയാസമാണ്. എങ്കിൽ എന്ത് വേണം? അയാൾ ഫിദിയ കൊടുത്താൽ മതി. ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു. കൂടുതൽ നന്മ ചെയ്യാൻ ആർക്കെങ്കിലും സാധിച്ചാൽ അവരത് ചെയ്തു കൊള്ളട്ടെ. നന്മ കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന, കാരണം അയാൾക്ക് പിടിച്ചു വീട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഫിദിയ കൊടുത്തതിന് ശേഷവും അയാൾക്ക് പിടിച്ചു വീട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ കൂടുതൽ നിങ്ങൾക്ക് പുണ്യം നേടാവുന്നതാണ്. വഅൻ തസൂമു ഖൈറുൽ ലക്കും. അനുഷ്ഠിച്ച വീട്ടൽ തന്നെയാകുന്നു നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. നോമ്പ് അനുഷ്ഠിക്കൽ തന്നെയാകുന്നു നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഇൻ കുന്തും തഅലമൂ. നിങ്ങൾ അറിവുള്ള ആളുകളാണെങ്കിൽ, വിവരമുള്ള ആളുകളാണെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കൽ തന്നെയാണ്. എപ്പോൾ? യാത്രയിൽ നിങ്ങൾക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമെങ്കിൽ അനുഷ്ഠിക്കൽ തന്നെ നല്ലത്. രോഗമുള്ളപ്പോൾ മരുന്ന് പകൽ കഴിക്കണതിന് പകരം രാത്രി കഴിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ആ നോമ്പ് അനുഷ്ഠിക്കൽ തന്നെയാണ് നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ഉദറ് കാണുമ്പോഴേക്കും അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ പടച്ചോനെ പറ്റിക്കണ പണി ചെയ്യരുത്. നോമ്പ് അനുഷ്ഠിക്കലാണ് നിങ്ങൾക്ക് നല്ലത്. അത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്ത ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായ മാസം. ഹുദൻ ലിന്നാസി വ ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ആ റമളാനിൽ അവതീർണമായ പരിശുദ്ധ ഖുർആൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും മാർഗദർശകവും സത്യവും അസത്യവും വിവേചിച്ചറിയുന്നതുമായ ഖുർആൻ. ഈ ഖുർആൻ കൊണ്ടാണ് 40 വർഷക്കാലം തുടർച്ചയായി യുദ്ധം ചെയ്ത 2 വിഭാഗം ആളുകൾ, 2 വിഭാഗം ഗോത്രക്കാർ എന്തിനു വേണ്ടിയാണ് യുദ്ധം തുടങ്ങിയത് എന്നുപോലും അവർ മറന്നുപോയ ഒരു ചരിത്രം ഈ നാട്ടിലുണ്ട്. ഔസ് ഖസറജ് ഗോത്രക്കാർ തമ്മിൽ നടന്ന യുദ്ധം 40 കൊല്ലത്തോളം നീണ്ടു നിന്ന ചില യുദ്ധങ്ങളെ പറ്റി സീറകളിൽ പറയുന്നുണ്ട്. എന്തിനാണ് യുദ്ധം ചെയ്തതെന്ന് പോലും അവർ മറന്നുപോയിട്ടുണ്ട്. തലക്ക് വെളിയില്ലാത്ത യുദ്ധം ചെയ്ത ആളുകൾ, അവരെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ മാറ്റിയെടുത്തത് പരിശുദ്ധ ഖുർആനാണ്. എന്നാൽ ഇന്ന് ഈ ഖുർആനിൻ്റെ ആളുകൾ എത്ര കഷ്ണമായിട്ടാണ് നിൽക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഈ ഖുർആനിൻ്റെ വാഹകർ, ഖുർആനും സുന്നത്തും പറയുന്ന ആളുകൾ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ആളുകൾ, ഖുർആനും സുന്നത്തും ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പറയുന്ന ആളുകൾ, അവരിൽ തന്നെ എത്രയും ഗർവും മർക്കടമുഷ്ടിയും മസല് പിടുത്തമുള്ള ആളുകളുണ്ട്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തേ നന്നാവാത്തത്? ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എന്തേ നിങ്ങൾ ഖുർആനിനെ പറ്റി ചിന്തിക്കാത്തത്? നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? താഴിട്ട് പൂട്ടിയാൽ അത് ആക്സോ ബ്ലേഡ് വെച്ച് അറുത്ത് പൊട്ടിക്കുകയും ചെയ്യാൻ പറ്റും. വെൽഡ് ചെയ്താൽ പൊട്ടിക്കാൻ വലിയ പണിയാണ്. താഴിട്ട് പൂട്ടല്ല, വെൽഡ് ചെയ്തേക്കാണ്. മസിൽ പിടുത്തമാണ്.
ഞാൻ പിടിച്ച മുയലിന് 4 ചെവി. ഈ പിടുത്തമാണ്. എന്തിൻ്റെ പേരിലാ? നിസ്സാര വിഷയത്തിൻ്റെ പേരിൽ. ആര് തമ്മിലാ? ഒരു ഖുർആനിൻ്റെ ആളുകൾ, ഒരു സുന്നത്തിൻ്റെ ആളുകൾ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാലേ രക്ഷപ്പെടൂ എന്ന് മനസ്സിലാക്കിയ ആളുകൾ. മനസ്സിൻ്റെ വേദന ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ സഹോദരങ്ങളെ. ഖുർആനും സുന്നത്തും ജീവിതത്തിൽ പകർത്തിയാലേ രക്ഷപ്പെടൂ എന്ന് മനസ്സിലാക്കിയ ആളുകൾ പോലും നിസ്സാര വിഷയത്തിൽ, വ്യക്തിപരമായ വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു, പരിഹരിക്കാൻ കഴിയുന്നില്ല. ഏത് ഖുർആനാണ് ഇവർ പഠിക്കുന്നത്? ഏത് സുന്നത്തെ ആളുകൾ പഠിക്കുന്നത്? അത് ആ ആളുകളോട് കൂടിയാണല്ലോ ചോദിച്ചത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനിനെ പറ്റി നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? അതല്ല നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, പൂർവികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ 1 സെന്റിമീറ്റർ പിന്നെ മുന്നോട്ട് പോലും അവിടെ നിന്ന് അങ്ങോട്ട് തിരുത്തും. നമ്മൾ തിരുത്തണില്ല. ഖുർആനിൻ്റെ വാഹകരാണെന്ന് പറയുന്നുണ്ട്, ഖുർആനും സുന്നത്തും ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഖുർആൻ പറയുന്നത് അനുസരിക്കാൻ നമ്മൾ തയ്യാറില്ല. അത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഐഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മപത്നി, നമ്മുടെ ഉമ്മ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ ഐഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിട്ടുള്ള അപവാദ കഥയെ സംബന്ധിച്ച് സൂറത്തു നൂർ വ്യക്തമായി പറയുന്നുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഖുർആൻ ഒരു വിഷയം വിശ്വാസിയോട് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണെന്ന് മനസ്സിലാക്കണം. ഒരു വിശ്വാസിയാണെങ്കിൽ ഓനെന്ത് ചെയ്യണം എന്നതാണ്. ഐഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദം പ്രചരിപ്പിച്ച കൂട്ടത്തിൽ മുനാഫിക്കുകൾ മാത്രമല്ല ചില സഹാബികളും പെട്ടിരുന്നു. അതും ബദറിൽ പങ്കെടുത്ത മുഹാജിറുകളായ സഹാബിമാർ വരെയുണ്ടായിരുന്നു. അവർ മുനാഫിക്കുകളായിട്ടല്ല, മറിച്ച് മുനാഫിക്കുകളുടെ ആ തന്ത്രത്തിൽ അവർ പെട്ടുപോയതാണ്. ആ തന്ത്രത്തിൽ പെട്ടുപോയതിൻ്റെ പേരിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഒരു ബന്ധുവാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. മിസ്തഹ് റളിയല്ലാഹു അൻഹുവും ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഈ അപവാദ പ്രചരണം നടത്തിയ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞ സന്ദർഭത്തിൽ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സാധാരണയായിട്ടൊരു മനുഷ്യനുണ്ടാകാവുന്ന ഒരു ദൗർബല്യം, ഇത്രയും കാലം മിസ്തഹിനെ ഞാൻ സഹായിച്ചിട്ട് എൻ്റെ മകളെപ്പറ്റി അപവാദം പറയാൻ അവനും കൂടിയല്ലേ, ഒരു പൈസയുടെ സഹായം ഇനി ഞാൻ മിസ്തഹിന് ചെയ്യൂല. നമ്മളെല്ലാവരും പറയാറുള്ളതാണ് സാധാരണയായിട്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണ് തീർന്നു. ജാ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പം ഇടപെടുകയാണ്. അള്ളാഹു നേർക്ക് നേരെ. കാരണം ലോകം കണ്ട ഉത്തമരിൽ ഏറ്റവും ഉത്തമരായ സമൂഹം, അവർക്ക് പിഴച്ചാൽ പിന്നെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കൂല. അവരെ ഓരോ വിഷയത്തിലും നേർക്ക് നേരെ, ഭൗതിക ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും, വലിയ വലിയ വിഷയങ്ങൾക്ക് പോലും വാനലോകത്തുനിന്ന് തീരുമാനം വരാൻ വാനലോകത്തേക്ക് കണ്ണുനട്ട് കാത്തിരുന്ന ലോകത്തെ ഏറ്റവും ഉത്തമ സമൂഹം, ആ സമൂഹത്തിലെ മുൻഗണനാക്രമത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, മിസ്തഹിന് ഇനി ഞാനൊരു സഹായവും ചെയ്യുകയില്ല. ഇത് പറഞ്ഞു തീർന്ന ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുന്നു, പഠിപ്പിക്കുകയാണ്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അയ്യുതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്ത്. എന്താ ചോദിച്ചതെന്നറിയാമോ? നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഉള്ള ആളുകൾ, നിങ്ങളുമായി ബന്ധമുള്ളവരും കുടുംബ ബന്ധമുള്ളവരും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്നവരുമായ ആളുകൾക്കൊന്നും കൊടുക്കൂല എന്ന് പറയരുത്. നേർക്ക് നേരെ ഇടപെടുക. എന്നിട്ടൊരു ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വാവിട്ട് നിലവിളിച്ചു എന്ന് ചരിത്രം പറയുന്നു. അതിനു മുമ്പ് എന്താ പറയുന്നത്? വൽയഅഫു വൽയസ്ഫഹു, അവർക്ക് മാപ്പ് നൽകുക, വിട്ടുവീഴ്ച ചെയ്യുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ
നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ നിമിഷം തന്നെ തിരുത്തുന്നു, മിസ്തഹിനുള്ള സഹായം ഞാൻ ഒരിക്കലും നിർത്തുകയില്ല. ഉടനെ തിരുത്തി. നമ്മൾ ഇന്ന് വരെ തിരുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? എന്താ പറഞ്ഞേ? നമ്മൾ ഇന്ന് വരെ തിരുത്തിയിട്ടുണ്ടോ? നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച നമ്മുടെ നേരെ വന്നാൽ പിന്നെ ആ വ്യക്തിയുമായുള്ള ബന്ധം മുറിച്ചു മാറ്റുന്നു. അയാൾ വന്ന് മാപ്പ് ചോദിച്ചാലും മാപ്പ് കൊടുക്കാൻ തയ്യാറില്ല. എങ്ങനെ വിശ്വാസിയാവുക? എങ്ങനെ ഖുർആനിൻ്റെ വാഹകരാവുക? ഖുർആൻ്റെ വാഹകരാന്ന് പറയാൻ എന്താ അർഹതയുള്ളത്? ഒരർഹതയില്ല. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സെക്കൻഡിൽ തീരുമാനം മാറ്റി. അതെ, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അത് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. മിസ്തഹിനുള്ള സഹായം ഒരിക്കലും ഞാൻ നിർത്തുകയില്ല. അതാണ് ഒരു വിശ്വാസം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂനസ് സ്വലാത്ത ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. ഇപ്പറഞ്ഞത് പൂർവീകരായ സലഫുകളായ സഹാബത്തിനെ സംബന്ധിച്ചാണ്. നമ്മളെ പറ്റിയാണോ നമ്മൾ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചാൽ മതി. എന്താ പറഞ്ഞത്? ഇന്നമൽ മുഅ്മിനൂനല്ലദീന, തീർച്ചയായും വിശ്വാസികൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ പറ്റി അവരോട് പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ പറ്റി അവരോട് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പിതമാകുന്നതാണ്. മാത്രമല്ല വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ, അല്ലാഹുവിൻ്റെ ആയത്തുകൾ അവരുടെ കാതുകളിൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ് എന്ന് മാത്രമല്ല വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ റബ്ബിൽ മാത്രം സർവം തവക്കുലാക്കുന്ന ആളുകളാണ് എന്ന് മാത്രമല്ല അല്ലദീന യുഖീമൂനസ് സ്വലാ, നമസ്കാരം അവർ കൃത്യമായി നിലനിർത്തുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്നും മടികൂടാതെ ചെലവ് ചെയ്യുന്ന ആളുകളാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ, അക്കൂട്ടരാകുന്നു കേട്ടോ യഥാർത്ഥ സത്യവിശ്വാസികൾ. അപ്പൊ ആ സ്വഭാവം ഇല്ലാത്തവരൊക്കെ വ്യാജനാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അല്ലേ? അള്ളാഹുവിനെ പറ്റി പറയുന്നത് കേട്ടാൽ എന്തേ നമ്മുടെ ഹൃദയം വിറക്കാത്തത്? അള്ളാഹ് അതാ ചോദിച്ചത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഖുർആനെ പറ്റി നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? ആ ആയത്ത് കേട്ടാൽ ഞെട്ടണം. ഒരു ഞെട്ടലും തോന്നാറില്ല, ബോധമില്ല. അതാ പ്രശ്നം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് നമസ്കരിക്കാൻ നിന്നാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമസ്കരിക്കാൻ നിന്നാൽ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉരുളിയിൽ എണ്ണ തിളക്കുന്നത് പോലെ തേങ്ങി വിങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കരയാറുണ്ടായിരുന്നു. നമുക്ക് കരച്ചിലൊന്നുണ്ട് ഇന്നുവരെ ഇല്ല. എന്താ അറിയാവോ? നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു ഇമാമിൻ്റെ പുറകെ പോയി എന്നിട്ട് അഭിപ്രായം പറയും, മുഹമ്മദ് അയ്യൂബിൻ്റെ ഓത്ത്, സുദൈസിൻ്റെ ഓത്ത്, അടിപൊളി ഓത്ത്, പിന്നെ മാർക്കിടാൻ പോണതാ, നിസ്കരിക്കാൻ പോണല്ല, മാർക്കിടാനാ പോവുക. പക്ഷെ ആ പറയുന്നത് നമ്മളോടാണ് പറയുന്നത്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ പാരത്രിക ലോകത്തുണ്ടല്ലോ, വായകൾക്ക് സീല് വെക്കുന്നു, കൈകൾ സംസാരിക്കുന്നു, കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യുമെന്ന ആയത്ത് കേൾക്കുമ്പോൾ ഒരു വിശ്വാസ ഹൃദയം ഇങ്ങനെ വിറച്ച് വാവിട്ട് നിലവിളിക്കും. നമുക്കങ്ങനെ തോന്നാറില്ല. പണ്ട് ഒരാൾ സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ പോണ ഒരാളുണ്ടായിരുന്നു. അപ്പം ഒരിക്കൽ ഇമാമ് വന്നില്ല, മഗ്‌രിബിന് ഇമാമ് വന്നില്ല. അപ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ വന്ന ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഇയാളെ പിടിച്ച് ഇമാമ് നിർത്തി. ഇയാൾ ഫാത്തിഹ ഓതി തീരാൻ നേരത്തെ ഇയാൾക്ക് തോന്നി വലല്ലാലീൻ എന്നാണോ അതോ വലല്ലാലൂൻ എന്നാണോ എന്ന് ഇയാൾക്ക് സംശയമായി. രണ്ടും കൽപ്പിച്ച് ഇയാൾ വലല്ലാലൂൻ അങ്ങോട്ട് ഓതി. അപ്പോൾ പുറകിൽ ഇരിക്കണോര് ചോദിച്ചു, പടച്ചോനെ ആമീന്ന് പറയോ ആമൂന്ന് പറയോ? എന്നാൽ പിന്നെ ചേർന്നത് പറയാം, ആമൂൻ എന്നങ്ങോട്ട് പറഞ്ഞു. പിന്നെ മൂപ്പര് സൂറത്തുൽ കാഫിറൂൻ ഓതുക,
ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅബ്ദൂന വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ അന അഅ്ബുദു മാ അഅ്ബദും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ അന അഅ്ബുദു മാ അഅ്ബദും. ഇതിങ്ങനെ പോവാ, തീരണില്ല. അപ്പോൾ ഇതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പുറയൊരാൾ തിരുത്തി കൊടുത്തതാ. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ചിരിച്ചല്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും കേൾക്കുമ്പോൾ സഹാബത്ത് എന്തുകൊണ്ട് കരഞ്ഞിരുന്നു? ഞാൻ ചോദിക്കട്ടെ, നമ്മിൽ പല ആളുകളും പല വിഷയത്തിൽ ഇന്ന് ടെൻഷനിലാണ് അല്ലേ? പല വിഷയങ്ങളും ടെൻഷൻ. എന്താ നമ്മുടെ ടെൻഷൻ? പെൺമക്കളെ എങ്ങനെ കിട്ടിച്ചയക്കും? ഭീമമായ സംഖ്യ വേണം. സ്ത്രീധനം വേണ്ട എന്ന് പറയണവന്മാരും മിണ്ടാതെ വന്നിട്ട് ചോദിക്കും സ്ത്രീധനമൊന്നും വേണ്ട, ഒരു സ്ഥലത്തൊരു അധ്യാപക വേക്കൻസി കിടക്കുന്നുണ്ട്, 10 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടും, സ്ത്രീധനം വേണ്ട കേട്ടോ എന്ന് പറയുന്ന കള്ളന്മാരുണ്ട് സമൂഹത്തിൽ. അപ്പോൾ മക്കളെ കെട്ടിക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ, വീട് പണി എങ്ങനെ പൂർത്തിയാക്കും, ഇങ്ങനെയുള്ള പല വിഷയത്തിലും ടെൻഷനാണ്. അതിൻ്റെ പേരിൽ നമുക്ക് ഉറക്കമില്ല. ടെൻഷൻ വന്ന് നെഞ്ചുവേദന വന്ന് ആശുപത്രി പോയി ആ ബില്ല് എങ്ങനെ അടക്കുന്നതിൻ്റെ പുറത്ത് അതിൻ്റെ വേറൊരു ടെൻഷൻ അല്ലേ? എന്നാൽ മരണാനന്തര ജീവിതത്തിൽ എൻ്റെ അവസ്ഥ എന്താകും എന്നൊരു ടെൻഷൻ ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്ത് നീ ഇങ്ങനെ ആലോചിക്കുക? ഒന്നുമില്ല, കല്യാണാലോചന മോൾക്ക് വരുന്നുണ്ട്, എന്ത് ചെയ്യും എന്നാണ് ആലോചന. എന്നാൽ എന്തേ നീ ആലോചിക്കുന്നത്? മരിക്കാൻ നേരത്ത് കെലിമ ചെല്ലാൻ അല്ലാഹു തൗഫീഖ് തരും, എൻ്റെ ഖബറിൽ വെളിച്ചമുണ്ടാവൂ, അതുപോലെ പരലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ ആരെങ്കിലും ഇന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പൂർവികരല്ലാതെ ഇല്ല. പക്ഷെ പറയണം, അത് പറയുന്നവരാകണം. അതിനാണ് പരിശുദ്ധ റമളാൻ. ഓരോ വർഷവും അള്ളാഹു ഔദാര്യം എന്ന നിലക്ക് ഓരോ മാസം ഇങ്ങോട്ട് ഇട്ട് തരുന്നത്. ആ റമളാനിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അടിമുടി മാറണം. നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം ഒരേ രൂപത്തിലാകണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാകണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം ജീവിതം. എങ്കിലേ പാരത്രിക ലോകത്ത് രക്ഷപ്പെടൂ. പാപമോചനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. പാപമോചനം വേണോ? മനസ്സ് ശുദ്ധമാകണം. മനസ്സ് ശുദ്ധമാകാത്തവർക്ക് പാപമോചനമില്ല. ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിൽ ഇരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒരു സ്വർഗാവകാശി ഇപ്പോൾ ഇവിടെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഒരു അൻസാരിയായ സഹാബി അങ്ങോട്ട് കടന്നു വരികയാണ്. അദ്ദേഹം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞു, അവിടെ ഇരുന്നു പോയി. പിറ്റേ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിക്കുന്നു, ഒരു സ്വർഗാവകാശി ഇപ്പോൾ ഇവിടെ വരും. അന്നും കണ്ടത് ഇതേ അൻസാരിയെ. മൂന്നാമത്തെ ദിവസവും ഇത് കണ്ടപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞല്ല, എൻ്റെ വീട്ടിൽ എനിക്ക് ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ 2-3 ദിവസം നിങ്ങളുടെ അടുത്തൊന്ന് താമസിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോന്നു. അങ്ങനെ ഈ 3 ദിവസം ഈ അൻസാരിയായ സഹാബിയെ ഈ മനുഷ്യൻ നിരീക്ഷിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിരീക്ഷിക്കണം, ഇയാൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 ദിവസം നോക്കിയപ്പോഴും പ്രത്യേകിച്ച് സ്പെഷ്യലായ ഒരു അമലും ചെയ്യുന്നത് കാണുന്നില്ല. നമസ്കരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, ദിക്ർ, സ്വലാത്ത്, തക്ബീർ, തഹ്മീദ്, തഹ്ലീൽ, തസ്ബീഹ്, ഖുർആൻ പാരായണം, ഇതല്ലാതെ ഒരു അനാവശ്യ വാക്കൊന്നും കേൾക്കുന്നില്ല, സ്പെഷ്യലായിട്ടൊന്നും കാണുന്നില്ല. 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരൻ, എൻ്റെ വീട്ടിലൊരു പ്രശ്നമില്ല, നിങ്ങളെപ്പറ്റി നിങ്ങൾ സ്വർഗാവകാശിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. അതിന് നിങ്ങൾ എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളാണെങ്കിലോ, ഒരാളെ പറ്റി നമ്മുടെ കൂട്ടത്തിൽ അയാൾ നല്ല മനുഷ്യനാട്ടോ, കൃത്യമായിട്ട് ജമാഅത്തിന് പങ്കെടുക്കുന്നുണ്ട്, വാക്ക് പാലിക്കുന്ന ഒരാൾ, നല്ല മനുഷ്യനാണ്, അയാളാ കാണിച്ചു തരാം എന്നിട്ട് ഇങ്ങനെ നോക്കി എന്താ ആ പെണ്ണിൻ്റെ അടുത്ത് എന്തായാലും സംസാരിച്ച മോളായിരിക്കും, ഇയാൾക്കറിയാൻ പാടില്ല. ഇങ്ങനെ താക്കോൽ പഴുതിലൂടെ നോക്കി വിമർശിക്കാൻ മാത്രം ശ്രമിക്കുന്ന ജാഹിലിയ സമ്പ്രദായത്തിലാണ് നമ്മൾ നിലവിലുള്ളത്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പോയത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നൊന്ന് പഠിക്കാനാണ്. അപ്പം നിങ്ങളിൽ സ്പെഷ്യലായിട്ടൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ പോകുകയാണ്. നീ പോകുകയാണോ? അതേ പോകുകയാണ്. അപ്പം ഈ അൻസ്വാരിയായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തോളത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സഹോദരാ, എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരൊറ്റ രാത്രിയും ഒരു മുസൽമാന് നേരെ പകയോ വിദ്വേഷമോ ഇല്ലാത്ത മനസ്സുമായിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അത് മാത്രമാണ് എൻ്റെ കൈമുതൽ. സുബ്ഹാനല്ലാഹ്. അതാണ് പാപമോചനത്തിൻ്റെ 1-ാമത്തെ സംഗതി. പാപമോചനം കിട്ടണോ? ആരോടും പക പാടില്ല, വിദ്വേഷം പാടില്ല, മസലുപിടുത്തം പാടില്ല, ചേരിപ്പോര് പാടില്ല. ഞാൻ പറഞ്ഞല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കാണിക്കപ്പെടും. ഒരുപാട് ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമ്പോൾ
പരസ്പരം മസിൽ പിടിച്ച് ഉടക്കി നിൽക്കുന്ന, പകയും വിദ്വേഷവുമായി നിൽക്കുന്ന ചില ആളുകളുടെ ലിസ്റ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ അള്ളാഹു പറയും മാറ്റി നിർത്തവരുടെ ഉടക്ക് തീരട്ടെ എന്നിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞവർക്ക് പാപമോചനമില്ലാതെ മാറ്റി നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം മനസ്സ് ശുദ്ധമാകണം. സദസ്സ് വിശാലമാകുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തഫസ്സഹു ഫിൽ മജാലിസി യഫ്സഹില്ലാഹു ലക്കും. നിങ്ങളോട് സദസ്സ് വിശാലമാക്കാൻ പറഞ്ഞ നിങ്ങളൊന്ന് വിശാലമാക്കുമെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലമാക്കി തരും. അവിടെ യഥാർത്ഥത്തിൽ സദസ്സല്ല വിശാലമാക്കിയത്, മനസ്സ് വിശാലമാക്കുകയാണ് അവിടെ ചെയ്തത്, അല്ലേ? കുടുസായ മനസ്സുള്ള ഒരുപാട് ആളുകളുള്ളൊരു സദസ്സ്, ആ സദസ്സിന് എന്തെങ്കിലും മഹത്വമുണ്ടോ? ഒരു മഹത്വവും ഇല്ല. വിശാലമായ മനസ്സുള്ള ഒരു ചെറിയ സദസ്സ് മഹത്വമുള്ള സദസ്സാണത്. സദസ്സ് വിശാലമാക്കുന്നതിൻ്റെ മുമ്പ് ഹൃദയം വിശാലമാക്കാനാണ് പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളോട് പറഞ്ഞത്. എന്തേ നമുക്കത് സാധിക്കാത്തത്? എന്തിനാണ് ഇത്ര വാശി? ആരോടാണ് ഇത്ര വാശി? എന്തിനാണ് ഈ മസല് പിടുത്തം? ഏതുവരെ വാശി പിടിക്കും? മരിക്കുന്നത് വരെ, അല്ലേ? രണ്ടിലൊരാൾ മരിക്കുമ്പോൾ ഈ കടം എവിടെ കൊണ്ടുപോയി തീർക്കും? ഈ വാശിയും ഈ വൈരാഗ്യവും ഈ വിദ്വേഷവും ഈ കുടിപ്പകയും എവിടെ കൊണ്ടുപോയി തീർക്കും? പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയാൻ, സമാധാനം ബോധിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ ആരെങ്കിലും ഭൂമിയിലുണ്ടോ? ഇല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പാരത്രിക ലോകത്തെ വിചാരണയെ സംബന്ധിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് വല്ലാഹി ലാ അദ്രീ വഅന റസൂലുള്ളാഹ് മാ യുഫ്അലു ബി വലാ ബികും. അള്ളാഹുവാണ് സത്യം, എനിക്കറിയില്ല കേട്ടോ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നാളെ പാരത്രിക ലോകത്ത് എന്നെയോ നിങ്ങളെയോ അള്ളാഹു എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറയാം. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഭയപ്പെട്ടിരുന്നു, സഹാബത്ത് ഭയപ്പെട്ടിരുന്നു. ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പരസ്പരം ഇങ്ങനെ കൈപിടിച്ചിട്ട് പറയും, സഹോദര, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. തിരിച്ചങ്ങോട്ടും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞു തരണം കേട്ടോ, എനിക്ക് തിരുത്താനാണ്. അങ്ങനെ എന്നിട്ട് പറയാതെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലോ എനിക്ക് അറിയില്ല, ഉടനെ തിരുത്തല. നമ്മൾ അങ്ങനെയാണോ? സഹോദര, മുണ്ട് കുറച്ച് കയറ്റി കൊടുക്കും. എൻ്റെ അടുത്തുണ്ട് CD, ഞാൻ ഒരുപാട് ഖുർആൻ പരിഭാഷ വായിച്ചിട്ടുണ്ട്, കുറേ മൗലവിമാരുടെ ഫോൺ നമ്പർ എന്നെ പഠിപ്പിക്കണ്ട. എങ്ങനെ നന്നാവുക? എത്ര വാഴ്ന്ന് നമ്മൾ കേട്ടു, എത്ര ഖുർആൻ ക്ലാസ് കേട്ടു, എത്ര റമളാനിൽ എത്ര ഖുർആൻ ഖത്തം തീർത്ത ആളുകളാണ്, എത്ര ഉംറ ചെയ്തു, എത്ര ഹജ്ജ് ചെയ്തു. എന്തേ മാറ്റമില്ലാത്തത്? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ഒരു ചെടി നട്ടു, സങ്കല്പിക്കുക. ആ ചെടിക്കൊരു 10-20 ദിവസം തുടർച്ചയായി വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക, വെള്ളവും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ കൂമ്പ് ഇങ്ങനെ കിളിർത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ആ കൊടുത്ത വെള്ളം, വളം അത് പ്രയോജനം ചെയ്തിട്ടുണ്ട്, അല്ലേ? ഈ കണ്ട കാലമൊക്കെ നമസ്കരിച്ചു, ഈ കണ്ട കാലമൊക്കെ നോമ്പെടുത്തു, ഈ കണ്ട കാലമൊക്കെ ഉംറയും ചെയ്തു, ജീവിതത്തിലൊരു മാറ്റമില്ല. എന്താ അതിൻ്റെ അർത്ഥം? ഇതൊക്കെ പേടാണ് എന്നാണ്, അല്ലേ? ചെയ്തതെല്ലാം പേടായിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. മാറിയേ പറ്റൂ. മാറണമെന്ന് നമ്മളൊന്ന് മനസ്സ് വെക്കണം. മാറണം എന്ന് നമ്മൾ തീരുമാനിക്കാതെ ഒരിക്കലും മാറ്റപ്പെടുകയില്ല. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ വരുന്ന റമളാൻ ഇൻഷാ അല്ലാഹ്, ഈ വരുന്ന പരിശുദ്ധ റമളാൻ പരിപൂർണമായും ഹയാത്താക്കുന്നവരുടെ പട്ടികയിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹറ ഫൽയസും. അതുകൊണ്ട് ആ മാസം നിങ്ങളിൽ ആഗതമായി കഴിഞ്ഞാൽ, പരിശുദ്ധ റമളാൻ സമാഗതമാകുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഹാളിറുണ്ടെങ്കിൽ ഫൽയസുംഹു, അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ. വീണ്ടും അല്ലാഹു ഒരു കാര്യം ആവർത്തിക്കുന്നു, വമൻകാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ ആരെങ്കിലും രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ പിന്നീട് അനുഷ്ഠിച്ച് വീട്ടിയാൽ മതി. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ഞെരുക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് നോമ്പെന്തിന് എന്നല്ല പറയുന്നു, വലിതുക്മിലുൽ ഇദ്ദത, എണ്ണം തികക്കാൻ വേണ്ടിയിട്ടാണത്, എണ്ണം പൂർത്തിയാക്കാനാണ് ഖളാ വീട്ടാൻ പറയുന്നത്. മാത്രമല്ല എന്തിനാണ് നോമ്പെന്നല്ലേ, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ ആ അല്ലാഹുവിനെ മഹത്വപ്പെടുത്താനും അവന് നന്ദി കാണിക്കാനുമാണ് കേട്ടോ നോമ്പെടുക്കാൻ പറഞ്ഞത്. അപ്പൊ നോമ്പെന്തിനുള്ളതാ? അല്ലാഹു ഹിദായത്ത് തന്നതിൻ്റെ നന്ദി പ്രകടനമാണ് നോമ്പ്. എങ്ങനെയാ നന്ദി പ്രകടനമാകുക? ദുനിയാവിലെ സകലതും അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാനിതാ മാറ്റി വെക്കുന്നു,
അന്നപാനീയങ്ങളൊന്നും വേണ്ട, വിശക്കുന്നുണ്ട്, മുമ്പിൽ ഭക്ഷണമുണ്ട്, പക്ഷേ ഞാനൊരു നോമ്പുകാരനാണ്. ദാഹിക്കുന്നുണ്ട്, മുമ്പിൽ വെള്ളമുണ്ട്, പക്ഷേ ഞാനൊരു നോമ്പുകാരനാണ്. ലൈംഗികമായ ആഗ്രഹമുണ്ട്, സഹധർമ്മിണി മുന്നിലുണ്ട്, തൊടുന്നില്ല, നോക്കുന്നില്ല, ഞാനൊരു നോമ്പുകാരനാണ്. അല്ലാഹുവേ, ദുനിയാവിലെ മുഴുവൻ സുഖസൗകര്യങ്ങളും എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഇച്ഛകളെ ഞാനിതാ കടിഞ്ഞാനിട്ട് നിർത്തുന്നു നിന്റെ പൊരുത്തത്തിന് വേണ്ടി. നീ എനിക്ക് ഹിദായത്ത് തന്നതിൻ്റെ പേരിൽ എൻ്റെ ജീവിതം സർവാത്മനാ നാഥ നിനക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എന്ന പ്രഖ്യാപനമാണ് നോമ്പ് കൊണ്ട് അനർത്ഥമാക്കുന്നത്. അത് തന്നെ അല്ലാഹ് പറഞ്ഞു, വലിതുകബ്ബിറുല്ലാഹ അലാമാ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ നന്ദി പ്രകടനവും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലുമായിരിക്കണം നോമ്പ്. അങ്ങനെയുള്ള നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾ കണ്ണിനെ നിയന്ത്രിക്കുന്ന, നാവിനെ നിയന്ത്രിക്കുന്ന, കാതിനെ നിയന്ത്രിക്കുന്ന, മനസ്സിനെയും മസ്തിഷ്കത്തെയും നിയന്ത്രിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മോശമായതൊന്നും പറയാതെ, മോശമായ ചിന്തയില്ലാതെ, ചീത്ത വിളിക്കാതെ, വഴക്കുകൂടാതെ, അടങ്ങി ഒതുങ്ങി ഒരു മാസം കൃത്യമായി ജീവിച്ചാൽ അതവൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി നിലനിൽക്കണം. അതിനാണത്. ഈ ഒരു മാസത്തേക്കുള്ള ഒരു പരിശീലനം എന്നുള്ള നിലക്കില്ല. ഒരു മാസം അങ്ങനെ നോമ്പ് പിടിച്ച് ഒന്നും പറയില്ല, മിണ്ടാതെ വളരെ ക്ഷമിച്ച് പെരുന്നാളിൻ്റെ അന്ന് തന്നെ ചീത്ത തുടങ്ങും. ഒരു മുസൽമാനോട് ഒരാൾക്ക് സംസാരിക്കാൻ ഏറ്റവും പറ്റിയ സന്ദർഭം ഏതാണെന്നറിയാമോ? റമളാൻ മാസമാണ്. റമളാൻ മാസം. അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ആരെങ്കിലും നിങ്ങളോട് വഴക്കിനോ വക്കാണത്തിനോ വന്നാൽ ഫൽയഖുൽ ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിക്കൊള്ളട്ടെ. അല്ലേ? നമ്മളെന്താ പറയുക? വൈകുന്നേരം ആവട്ടെ കേട്ടാ, കാണിച്ചു തരാം. നോമ്പുകാരനാന്ന് അറിയില്ല. ഇപ്പോൾ ഒരാളിങ്ങനെ ഒരു ആളെ കാണാൻ വേണ്ടി പോവാ, ഗോപാലൻ എവിടെ പോവാ? ഞാൻ ഇബ്രാഹിം കുട്ടീനെ ഒന്ന് കാണാൻ പോവാ. ഇപ്പോൾ പോണ്ട. എന്തേ? അവനാകെ ഹാല് മാറിയേക്കാ, നേരം 3 മണിയായിട്ടുണ്ട്, ഒരു 7 മണി കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. എന്താ പ്രശ്നം? ഓന് നോമ്പാണ്. അപ്പം നോമ്പ് വന്നാൽ ഹാല് മാറും അല്ലേ? പിന്നുള്ള പ്രതികരണം എന്താ? എനിക്ക് നോമ്പായിപ്പോയി, അല്ലെങ്കിൽ അപ്പം ശരിയാക്കി തന്നേനാ. ആ നോമ്പ് പോയില്ലേ? ആ നോമ്പ് പോയി. മിണ്ടരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഇറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ തിരുത്തി. അല്ലേ? സത്യം ബോധ്യപ്പെട്ടാൽ വിശ്വാസികൾ കരയുമെന്നാണ്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് വയഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, റസൂലിന് അവതീർണമായതവരെങ്ങാനും കേട്ടുകഴിഞ്ഞാൽ തറാ അഅ്യുനഹും, അവരുടെ കണ്ണുകളെ നിനക്ക് കാണാം നബിയെ, തഫീളു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, ഹഖ് ബോധ്യപ്പെട്ടതിൻ്റെ ഫലമായി അവരുടെ കണ്ണുകൾ ബാഷ്പസാന്ദ്രമാകുന്നത് നബിയെ താങ്കൾക്ക് കാണാം. വയഖൂലൂന, അവർ പറയുന്നു അഥവാ അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ ആമന്നാ, അല്ലാഹുവേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫക്തുബ്നാ മഅശ് ശാഹിദീൻ, സാക്ഷികളായവരുടെ പട്ടികയിൽ ഞങ്ങളുടെ പേരും നീ ചേർക്കണേ നാഥ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് പരിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രഖ്യാപനം അങ്ങോട്ട് കേട്ടാൽ ഒരു സെന്റിമീറ്റർ പിന്നെ അങ്ങോട്ട് അവിടെ നിൽക്കണം. എന്തെല്ലാം ഭൗതിക നഷ്ടം സംഭവിച്ചാലും. ഭൗതിക നഷ്ടത്തിൻ്റെ വിഷയത്തിൽ ഈ അനന്തരാവകാശ വിഷയം വരുമ്പോൾ വലിയ പ്രശ്നം പലയിടത്തും. അനന്തരാവകാശ വിഷയം പറയുമ്പോൾ ആൺമക്കളില്ലാത്ത ഒരാൾ, പെൺമക്കൾ മാത്രമേ ഉള്ളൂ, ഭാര്യയുണ്ട്, ഇയാൾ മരിച്ചാൽ അയാളുടെ സ്വത്തിൻ്റെ ഓഹരി അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്ക് ചെല്ലും. ഈ പെൺകുട്ടികളുടെ എളാപ്പമാർക്കും മൂത്താപ്പമാർക്കും ചെല്ലും. ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒരു കട്ടപ്പാര മാത്രമേ വെച്ചിട്ടുണ്ടാവൂ. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ്. ഫരീളത്തം മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ നിർണയങ്ങളാണ്, ഓഹരി നിർണയമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പോൾ കൊച്ചാപ്പ കട്ടപ്പാര വെച്ചാൽ തന്നാൽ കൊച്ചാപ്പാക്കിട്ടൊരു പണി കൊടുക്കുക, വീതം കൊടുക്കാൻ വേണ്ട, പാടില്ല. കൊച്ചാപ്പ പാര വെച്ചാൽ പടച്ചോനും കൊച്ചാപ്പായിട്ട് കണക്ക് പറഞ്ഞോളും, നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നോമ്പുകാരനോട് ആരെങ്കിലും തർക്കിക്കാനോ വഴക്കിനോ വന്നാൽ ഫൽയഖുൽ ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിയാലെ കൊണ്ടിട്ട് പോരണം, തിരിച്ചൊരക്ഷരം പറയരുത്. കാരണം എന്താ അറിയാമോ? നമ്മൾ അനുഷ്ഠിക്കുന്ന ആ കർമ്മം ഉണ്ടല്ലോ, നോമ്പ രഹസ്യമായ ഇബാദത്ത്, അത് കേടുകൂടാതിരുന്നാലാണ് റയ്യാൻ എന്ന കവാടത്തിലൂടെ പെട്ടെന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹു അത്തരം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ ഒരല്പം പോലും അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല. പോയിട്ടില്ല പൂർവികരാരും. ഉഹുദ് രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു, ഷഹീദായി.
ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളാണ് സഫിയ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി. ആ സഫിയ റളിയല്ലാഹു അൻഹയുടെ മകനാണ് സുബൈർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മോൻ. ഉഹദ് രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു തുണ്ടം തുണ്ടമായി വീണ് കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അമ്മായിയുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ട് സുബൈർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, സുബൈറെ, ഉമ്മ അങ്ങോട്ട് പോകരുത് കേട്ടോ. ഹംസയുടെ മയ്യത്തിനരികിലേക്ക് സഫിയ പോകരുത്, സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മാറി സഫിയ റളിയല്ലാഹു അൻഹ ഓടി വരികയാണ് ആങ്ങളയുടെ മയ്യത്ത് കാണാൻ. ചരിത്രമാണ്, ആങ്ങളയുടെ മയ്യത്ത് കാണാൻ. സുബൈർ റളിയല്ലാഹു അൻഹു തടുത്തു, ഉമ്മ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. എന്തിനു മോനെ നീ എന്നെ തടുക്കണം? എൻ്റെ ആങ്ങളയാണ്, എൻ്റെ സഹോദരനാണ്. ആ ശരീരം തുണ്ടം തുണ്ടമാക്കിയത് അറിഞ്ഞു തന്നെ ഞാൻ വന്നത്, എനിക്കൊന്ന് കാണണം. വീണ്ടും തടുക്കുകയാണ്, ഉമ്മ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ഒരു മകന് ഉമ്മയെ തടുക്കുന്നതിനൊരു പരിധിയുണ്ട് ഏതൊരു വിഷയത്തിലും. എന്തിനാടാ നീ എന്നെ തടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സുബൈർ റളിയല്ലാഹു അൻഹുവിനെ തള്ളി മാറ്റിക്കൊണ്ട് സഫിയ റളിയല്ലാഹു അൻഹ മുന്നോട്ട് പോകുക. ആ സമയത്ത് വീഴാൻ പോകുന്ന സുബൈർ റളിയല്ലാഹു അൻഹു നേരെ നിന്നുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, ഉമ്മാ നിങ്ങളങ്ങോട്ട് പോകരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. മുന്നോട്ട് വച്ച കാല് പാറ പോലെ ഉറച്ചു സഫിയ റളിയല്ലാഹു അൻഹയുടെ. അവിടെ നിന്നു, നേരെ പുറകിലേക്ക്, മുന്നോട്ട് ഒരു ഇഞ്ച് ചലിച്ചിട്ടില്ല. തിരിച്ചു വന്നു, മോനെ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതാണ്. അതെ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞാൽ നീ ഒന്ന് അനുവാദം ചോദിക്കുക, എനിക്കൊന്ന് കാണാൻ. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ഇത്തിബാഉം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ 1 സെന്റിമീറ്റർ മുന്നോട്ട് പോകരുത്. ഇത് താടി വളർത്തണം, മീശ വെട്ടണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ ഡസൻ കണക്കിന് ഹദീസുകളുണ്ട്. ഹദീസുകൾ വേറെ പലതുകൊണ്ട് പോടങ്ങായ. ഇതാണ് മറുപടി പറയാ. അള്ളാഹുവിൻ്റെ റസൂലാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചും മറിച്ചൊരു വാക്ക് പറയാൻ പാടില്ല. സൈനബ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, സൈനബേ, നിന്നെ സെയ്ദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന്. സൈനബ് റളിയല്ലാഹു അൻഹ എതിർത്തില്ല. ഒരു വാക്ക് ചോദിച്ചു, ഞാനൊരു ഖുറൈശിയല്ലേ നബിയെ, ഞാനൊരു കുലീന കുടുംബത്തിലെ പെണ്ണല്ലേ നബിയെ, സെയ്ദാണെങ്കിലോ അടിമയായിട്ട് മോചനം കിട്ടിയ ആളല്ലേ നബിയെ, എനിക്ക് മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിയോ വിശ്വാസിനിയോ ആകാൻ പാടില്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു പ്രഖ്യാപിച്ചാൽ, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അത് സംബന്ധമായി മൂന്നാമതൊരു അഭിപ്രായം ഒരു സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ ഉണ്ടാകാൻ പാടില്ല. അഥവാ ഉണ്ടായാൽ അത് അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും കാണിക്കുന്ന അനുസരണക്കേടാണ്. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരാണോ അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും അനുസരണക്കേട് കാണിക്കുന്നത്, ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അവൻ ബഹുദൂരം വഴിപിഴച്ചു പോയിരിക്കുന്നു എന്ന ഖുർആനിക സൂക്തം സൈനബ് റളിയല്ലാഹു അൻഹയുടെ കാതിലെത്തിയപാടെ കരഞ്ഞുകൊണ്ട് ഓടുകയാണ് ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിനെ ഹദറത്തിൽ വന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, എന്നെ സെയ്ദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അങ്ങയുടെ തീരുമാനമാണോ? അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അതെ, എങ്കിൽ എനിക്ക് 100 വട്ടം സമ്മതമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ ഒരു സെന്റിമീറ്റർ പിന്നെ അങ്ങോട്ട് ചലിക്കൂല. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതാണോ ശരി, ഞാനത് അംഗീകരിക്കുന്നു. അതായിരിക്കണം ഒരു വിശ്വാസി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണെന്ന് അറിഞ്ഞാൽ പോലും അതിനിങ്ങനെ വളഞ്ഞ് ഒന്ന് തിരിഞ്ഞ് അതിങ്ങനെയാണേലും കുഴപ്പമില്ല, അത് മറ്റതാണെങ്കിലും കുഴപ്പമില്ല, ഇത് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനും പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ റമളാനിനെ എങ്ങനെ സ്വീകരിക്കാനാണോ പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കാം, അങ്ങനെ തന്നെ സ്വീകരിക്കാം. ചില വീടുകൾ നമ്മുടെ നാട്ടിൽ, ഇവിടെ ഫ്ലാറ്റിലെ അവസ്ഥ നമുക്കറിയില്ല, നമ്മുടെ നാട്ടിൽ ചില വീടുകളിൽ റമളാനിൽ പോലും സിനിമയുടെ CD ഇട്ടിട്ട് ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അതും നമ്മുടെ ആദ്യ ആൾക്കാർ അഭിനയിച്ച സിനിമ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടല്ലോ പറിച്ചത് നമ്മുടെ ആദി. മുസ്ലിം സമുദായത്തിൽ പല ടൈപ്പുണ്ട്, കാക്കാമാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, നമ്മുടെ ആദിയുണ്ട്, പല ടൈപ്പുണ്ട്.
കൃത്യമായി നമസ്കരിച്ച് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർ മുസ്ലിങ്ങൾ, വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നവർ നമ്മുടെ ആരി, പെരുന്നാളിന് പോകുന്നവർ കാക്കാമാർ. ഈ കാറ്റഗറിക്കാരാണ് മുസ്ലിം സമാജം. ഞാനിത് അപമാനിക്കാൻ വേണ്ടിയിട്ട് പറയല്ല, ഒരു യാഥാർത്ഥ്യം തുറന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പല വീടുകളിലും പരിശോധിച്ചാൽ കാണാൻ കഴിയും സിനിമയുടെ CD, അതുപോലെ തന്നെ പിന്നെ മ്യൂസിക്കിൻ്റെ CD, ഗാനമേളയുടെ ആൽബം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജാതി പേക്കൂത്ത് കുറേ മുതുക്കികൾ എന്നിട്ട് ഉറഞ്ഞു തുള്ളുക. ആ തുള്ളണ CD കണ്ടിങ്ങനെ ആസ്വദിച്ച് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കണ കാക്കാമാരും താത്താമാരും. അതുപോലെ തന്നെ ഈ റേഡിയോ ഇതിലൊരു ഫോണിൻ സമ്പ്രദായം ഉണ്ടല്ലോ, ഫോൺ ചെയ്തിട്ട് ആരാ ഞാൻ വിയാത്തമാണ്, എന്തെടുക്കുക മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ വേണ്ടത്, ആ മമ്മൂട്ടിയുടെ സിനിമയിൽ ആ പാട്ട് വെക്കണം. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ, നമ്മുടെ നാട്ടിൽ ബസ്സിൽ ഈ പിശാചിൻ്റെ ശബ്ദമല്ലേ ഉള്ളൂ, ഇപ്പോൾ ഈ മറ്റേ എന്താണ് വിളിക്കൂ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം ഉണ്ടല്ല. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു വയസ്സായ തല്ല, കെടാങ്ങൾ ഇവിടെ ഉണ്ട്, കെടാങ്ങൾക്ക് കൊടുക്കട്ടെ, ആ മമ്മൂട്ടിയുടെ സിനിമയിലെ പാട്ട് വെച്ചാൽ മതി. ആളുകൾ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ തൊലി ഉരിഞ്ഞു പോവുക. കാരണം കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന താത്താമാരും ഉമ്മുമ്മമാരും പോലും പറഞ്ഞ ഇതാണ് റമളാൻ എന്നോ അല്ലാത്തതെന്നോ ഒരു വ്യത്യാസമല്ല. അതാണ് ഈ സമുദായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിക്കാൻ കയറിയപ്പോൾ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞൊരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങൾ. അതിലൊന്നാമത്തെ ചവിട്ടുപടിയിൽ ചവിട്ടിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ റമളാൻ സമാഗതമായിട്ട് വേണ്ടവണ്ണം അത് പരിഗണിക്കാതെ പാപമോചനം തേടാതെ പരിഹരിക്കാതിരുന്നവരെ നീ പുറത്തു കൊടുക്കല്ല റബ്ബേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. അപ്പൊ റമളാൻ മസ്ലഹത്തിന്റെ, മർഹമത്തിന്റെ, കാരുണ്യത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, പിന്നെ പൊരുത്തപ്പെടലിൻ്റെ എല്ലാം കൂടി ഒരു മാസമാണ് റമളാൻ. ഈ റമളാനിലെങ്കിലും സഹോദരങ്ങളെ പകയും വിദ്വേഷം മാറ്റിവെക്കുക. എത്രയോ റമളാൻ, എത്രയോ പ്രാവശ്യം ഖുർആൻ ഖത്തം ചെയ്ത്, എത്രയോ പ്രസംഗം കേട്ടു. ചില പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് കരയും. പ്രസംഗം ചില CD-കളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് കരയും. അത് ഓഫ് ചെയ്താലോ, വരട്ടെ അവൻ ശരിയായി കൊടുക്കാം, അവൻ എന്തിനത് കേട്ടത്. ഇബ്ലീസിനെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കണം. സന്തത സഹചാരിയായി ഇബ്ലീസ് വരും. എങ്ങനെ? വമയ്യഅ്ശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനാ ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. വമയ്യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ, അല്ലാഹുവിൻ്റെ സ്മരണ വിട്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ സ്മരണ വിട്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുന്നുവെങ്കിൽ, ഖുർആൻ വിട്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുന്നുവെങ്കിൽ, നുഖയ്യിദ് ലഹു ശൈത്താന, അവന് നാം പിന്നെ ഏർപ്പാടാക്കി കൊടുക്കുന്നത് ഒരു പിശാചിനെയായിരിക്കും. ഫഹുവ ലഹു ഖരീൻ, പിന്നെ അവൻ്റെ കൂട്ടുകാരനായ ഇന്റിമേറ്റ് ഫ്രണ്ട് ഇബ്ലീസ് ആയിരിക്കും, പിശാചായിരിക്കും. വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി, യഥാർത്ഥ മാർഗത്തിൽ നിന്നും ആ കൂട്ടുകാരനായ പിശാച് മനുഷ്യനെ തടയുന്നു. പക്ഷേ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, ഞങ്ങൾ സന്മാർഗത്തിൽ തന്നെയാണ് എന്നവർ വിചാരിക്കുകയും ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ആ പിശാചിനെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ അള്ളാഹുവിൻ്റെ കലാമ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ ഖുർആൻ മനസ്സിലാകാൻ പാകത്തിന് നാം എളുപ്പമാക്കിയിരിക്കുന്നു. ആലോചിച്ച് മനസ്സിലാക്കുന്നവരാരെങ്കിലും ഉണ്ടോ? പല പ്രാവശ്യം അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മുസ്ലിയാക്കന്മാർ പറയും ഖുർആൻ അത് നമുക്ക് മനസ്സിലാവൂല, അവർക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. മനസ്സിലായ ആളുകളൊക്കെ നന്നായിട്ടുണ്ട്. ഖുർആൻ മനസ്സിലാക്കാൻ പാകത്തിന്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, മനസ്സിലാകാൻ പാകത്തിന് ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. എന്നാൽ മുസ്ലിം സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന കുറേ ആളുകൾ പറയുന്നു അത് നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലാകണമെന്നൊരു വിചാരവും വേണം, ഹിദായത്ത് അള്ളാഹു തന്നെ കൊടുക്കുകയും വേണം. അതില്ലാതെ വന്ന ഒന്നും ചെയ്യാൻ ആർക്കും പറ്റൂല. അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വരുന്ന റമളാൻ പരിപൂർണമായും ഹയാത്താക്കാൻ നമ്മളൊന്ന് ശ്രമിക്കുക. എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു, നമ്മുടെ സ്വർഗത്തിൻ്റെ താക്കോലുകൾ തുരുമ്പെടുക്കാതെ സൂക്ഷിക്കുക. നമ്മുടെ സ്വർഗത്തിൻ്റെ താക്കോലുകൾ തുരുമ്പെടുക്കാതെ, പലർക്കും തുരുമ്പെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രവാസികളായ ഒരുപാട് ആളുകൾക്ക് സ്വർഗത്തിൻ്റെ താക്കോലുകൾ തുരുമ്പെടുക്കുന്നുണ്ട്. ഒരു പുരുഷൻ്റെ സ്വർഗത്തിൻ്റെ താക്കോൽ എന്താണ്? ഒരാൾക്ക് പറയാമോ സദസ്സിൽ നിന്ന്? ഒരു പുരുഷൻ്റെ സ്വർഗത്തിൻ്റെ താക്കോലുകൾ പറയാമോ? ആരെങ്കിലും ഒരാൾ പറയാമോ?
മാതാപിതാക്കളുടെ പൊരുത്തം, അതാണ് സ്വർഗത്തിൻ്റെ താക്കോൽ. അത് കിട്ടിയേ പറ്റൂ. അതിനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഭാര്യയുമായി സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. നെറ്റിൽ കയറി ഇങ്ങനെ വിളിച്ച് സംസാരിക്കും. ഇന്ന് ഉമ്മാക്ക് കൊടുക്കട്ടെ, ഇപ്പം ടൈമില്ല, എൻ്റെ ഡ്യൂട്ടി ടൈമായി. ഓന് ടൈം കിട്ടൂല, തൗബ ചെയ്യാൻ പോലും ടൈം കിട്ടൂല, കഠിനമായ ശിക്ഷയുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദ്യം വിളിക്കേണ്ടത് ഉമ്മാനെയാണ്. ആദ്യം വിളിക്കേണ്ടത് ഉമ്മാനെ വിളിക്കണം, രണ്ടാമത് വാപ്പാനെ വിളിക്കണം, മൂന്നാമത് വിളിച്ചാൽ മതി പെണ്ണിനെ. ഒരു പ്രശ്നമില്ല. എന്താണെന്നറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, മാംസം വീണാൽ വെന്തു പോകുന്ന ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ നാഴികകൾ താണ്ടി ഞാൻ എൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് പല പ്രാവശ്യം യാത്ര പോയിട്ടുണ്ട് നബിയേ. എൻ്റെ ഉമ്മ എനിക്ക് ചെയ്ത സേവനങ്ങൾക്ക് അത് പകരമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു, മോനെ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച സമയത്ത് ധാരാളം വേദന അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ഒരു വേദനക്ക് ഒരു പക്ഷേ അത് പകരം നിന്നു എന്ന് വന്നേക്കാം. അത്ര മാത്രമേ അതുള്ളൂ. തിരക്കുള്ള സന്ദർഭത്തിൽ സ്വന്തം ഉമ്മയെ തോളിലേറ്റിക്കൊണ്ടൊരു മനുഷ്യൻ തവാഫ് ചെയ്യുകയാണ്. മുത്തബിഉ സുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. തവാഫ് പൂർത്തിയാക്കിയതിന് ശേഷം ആ മനുഷ്യൻ വന്നുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഉമ്മ എനിക്ക് ചെയ്ത സേവനങ്ങൾക്ക് പകരമാകുമോ? ഞാൻ എൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് തവാഫ് ചെയ്തത് താങ്കൾ കണ്ടില്ലയോ? ഞാനാ ചെയ്ത പ്രവൃത്തി എൻ്റെ ഉമ്മ എനിക്ക് ചെയ്ത സേവനങ്ങൾക്ക് പകരമാകുമോ എന്ന് ചോദിച്ചു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഒരിക്കലും ഇല്ല മോനെ, നിന്റെ ഉമ്മ നിന്നെ ഓർത്തൊരുപാട് നെടുവീർപ്പുകൾ അയച്ചിട്ടുണ്ട്. അതിൽ ഒരു നെടുവീർപ്പിന് പോലും അത് പകരമായിട്ടില്ല എന്ന് മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ബാപ്പാനും ഉമ്മാനെയൊക്കെ കുറെ നോക്കിയത് കൊണ്ടൊന്നും ചാരിതാർത്ഥ്യം അടയേണ്ടതില്ല. അവിടെ ചെന്നാലേ എൻ്റെ കണക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകൂ. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ താക്കോലുകൾ അത് തുരുമ്പെടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പുരുഷന്മാർ. ഒരു സ്ത്രീയുടെ സ്വർഗത്തിൻ്റെ താക്കോൽ ഏതാ? അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. ഭർത്താവ് തന്നിൽ പരിപൂർണമായും പൊരുത്തപ്പെട്ടവനായിരിക്കെ ഒരു പെണ്ണ് മരിക്കുന്നുവെങ്കിൽ അവൾ സ്വർഗത്തിലാണ്. ഒരു പെണ്ണിൻ്റെ സ്വർഗത്തിൻ്റെ താക്കോൽ ഭർത്താവാണ്. ഒരു പുരുഷൻ്റെ സ്വർഗത്തിൻ്റെ താക്കോൽ മാതാപിതാക്കളാണ്. അതുകൊണ്ട് ആ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ കൃത്യമായി എവിടെ ഈ ഒരു എന്ത് വിഷയം അവതരിപ്പിച്ചാലും ഇടയ്ക്ക് ഞാൻ അത് ചേർത്തി പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഉമ്മമാർ, ഒരു ഉമ്മ പറഞ്ഞ പരാതിയാണ്, 14 കൊല്ലമായിട്ട് എന്നെ ഉമ്മാന്ന് വിളിച്ചിട്ടില്ല എന്ന്. 14 കൊല്ലമായിട്ട് എന്നെ ഉമ്മാന്ന് വിളിച്ചിട്ടില്ല. അത് കേട്ടിട്ട് നമുക്ക് ഭയങ്കര വിഷമായി. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ട്. അത് ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ആരെങ്കിലും ഒന്നിവിടെ തലകറങ്ങി വീഴട്ടെ, ആ വിവരം നമ്മുടെ വീട്ടിലറിയട്ടെ, നെഞ്ചത്തടിച്ച് കരയുന്നത് ഉമ്മ മാത്രമായിരിക്കും. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വൈകി ചെല്ലുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ നാട്ടിൽ. രാത്രി 2 മണി 3 മണിക്കൊക്കെ സ്ഥിരമായിട്ട് ഞങ്ങളൊക്കെ ചെല്ലാറുള്ളത്. ആരൊക്കെ കിടന്നുറങ്ങിയാലും ഉറങ്ങാതെ 2 കണ്ണുകൾ കാത്തിരിക്കുന്ന 2 കണ്ണുകളുണ്ട്. അത് ലോകത്ത് ഉമ്മ മാത്രമാണ്. ഭാര്യ ഉറങ്ങും, ആപ്പായും ഉറങ്ങും, പക്ഷെ ഉമ്മ ഉറങ്ങൂല, ഇങ്ങനെ കാത്തിരിക്കും. 2 മണി 3 മണിക്ക് കയറി ചെല്ലുമ്പോൾ എവിടെ പോയി കിടക്കാറുണ്ട്, അങ്ങോട്ട് കയറി എന്ന് പറഞ്ഞ് വാതിലടച്ച് കുറ്റിയിട്ടിട്ടാ ഭക്ഷണം അവിടെ എടുത്ത് വെച്ചിട്ട് കഴിച്ചിട്ട് കിടത്താൽ മതി എന്ന് പറയും. ഭക്ഷണം ഞാൻ കഴിച്ചാൽ കൊല്ലും, ഞാൻ പട്ടിണി കിടന്ന തിന്നടാ ചോറ് എന്ന് പറഞ്ഞിട്ട് കൊല്ലി പിടിച്ചേക്ക് ചോറും തീറ്റിക്കും. അതാണ് ഉമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ താക്കോലുകൾ തുരുമ്പെടുക്കാതെ സൂക്ഷിക്കുക. ഈ വരുന്ന പരിശുദ്ധ റമളാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ ഹയാത്താക്കാനാണോ പഠിപ്പിച്ചത്, ആ നിലക്ക് ഹയാത്താക്കി മസ്ര് പിടുത്തമൊക്കെ ഒന്നങ്ങ് ഒഴിവാക്കി, പകയും വിദ്വേഷവും ഒന്നും മാറ്റി, അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടക്കാൻ നാഴികക്ക് 40 വട്ടം പറയുന്ന ആളുകളാണ് നമ്മളൊന്നും മടങ്ങുക, മറ്റുള്ളവർ സാവകാശം മടങ്ങിയാൽ മതി. ഇത് പറയുന്ന ആളുകൾ ഒന്ന് ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഒന്ന് മടങ്ങി നല്ല നിലക്ക് അള്ളാഹു പൊരുത്തപ്പെടുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ പരിശ്രമിക്കുക. റഹ്മാനും റഹീമുമായ അള്ളാഹു നല്ലവരിൽ നല്ലവരായി മാറാനുള്ള തൗഫീഖും ആഫിയത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ സകല വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. മരിക്കാൻ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.
അള്ളാഹുവേ, നാളെ പാരത്രിക ലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ സാധുക്കളാണ് ഞങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു ഇറക്കെങ്കിലും കുടിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ വലത്തേ കയ്യിൽ ലഭിക്കുന്ന ഭാഗ്യശാലികളിൽ ഈ സാധുക്കളാണ് ഞങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനും റഹീമുമായ അള്ളാഹുവേ, പാലം എളുപ്പത്തിൽ കടന്നു പോകാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. അവരുടെ ഖബറുകളെ വിശാലമായ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, നിൻ്റെ ഔദാര്യവും പരീക്ഷണവുമായി നീ ഞങ്ങൾക്ക് തന്ന സന്താനങ്ങളെ സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك سميع قريب مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. ربنا ارحم آباءنا وأمهاتنا كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله على محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.